ജലചക്രം. നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ തീർന്നു പോകുന്നതെന്നും ഒരിക്കലും തീരാത്തതെന്നും എക്സോസ്റ്റബിൾ ആൻഡ് ഇൻഎക്സോസ്റ്റബിൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം തുടങ്ങിയവയൊക്കെ ഇൻഎക്സോസ്റ്റബിൾ ആയിട്ടുള്ള, അതായത് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്തവ എന്ന വിഭാഗത്തിലാണ്. എങ്ങനെയാണ് ജലം എത്ര എടുത്താലും തീരാതിരിക്കുന്നതെന്ന് കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് വാട്ടർ സൈക്കിൾ അല്ലെങ്കിൽ ജലചക്രത്തിൻ്റെ പ്രസക്തി. ഭൂമിയിലെ ജലം സൂര്യപ്രകാശം കൊണ്ട് ആവിയായി മുകളിലേക്കെത്തി തണുത്ത് മഴയായി വീണ്ടും താഴേക്ക് വരുന്നതുകൊണ്ടാണ് നദികൾ ഇങ്ങനെ ശുദ്ധജലവുമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും കരയേക്കാൾ കൂടുതൽ ജലം നിറഞ്ഞ ഭൂമിയിൽ ആകെയുള്ളതിൻ്റെ വെറും 3% മാത്രമാണ് ശുദ്ധജലം. ബാക്കിയൊക്കെ ഉപ്പുവെള്ളമാണ്. ആ 3% തന്നെ 0.5% മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത്. ഒരേകദേശ രൂപം പിടികിട്ടിയല്ലോ. അപ്പോൾ ഇനി മുതൽ അല്പം കരുതലോടെ നമുക്ക് വെള്ളത്തിന് ഉപയോഗിക്കാം. ജലചക്രം. ഉയർന്നു പൊങ്ങും നീരാവേ, തണുത്തു പിന്നെ താഴോട്ട്. ഉയർന്നു പൊങ്ങും നീരാവേ, തണുത്തു പിന്നെ താഴോട്ട്. പൊഴിഞ്ഞു വീഴും മഴയായി ജീവികൾക്കതു ദാഹജലം. പൊഴിഞ്ഞു വീഴും മഴയായി ജീവികൾക്കതു ദാഹജലം.